നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മനസ്സിലായില്ലെങ്കിൽ തുറന്നു പറയാം. എന്നെ സുഭദ്രമ്പാടെ ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയോ മിസ്റ്റർ മേഘനാഥന്? തൃപ്പങ്ങോട്ട് കുടുംബത്തിന്റെ ഭാഗമായ തൃപ്പങ്ങോട് ക്ഷേത്രത്തിന്റെ കോടിക്കണക്കായ രൂപയുടെ സകലമാന സ്വത്തുക്കളും ഒരു ട്രസ്റ്റിന്റെ പേരിലേക്ക് മാറ്റാൻ സുഭദ്ര മാഡം തീരുമാനിച്ചിരിക്കുന്നു. ട്രസ്റ്റോ? ആരോട് ചോദിച്ചിട്ടാ? അയ്യോ, അത് സ്വന്തം ഭാര്യയോട് ചോദിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. തൃപ്പങ്ങോട്ട് ക്ഷേത്രത്തിന്റെ സ്വത്തുവകകൾ ഇക്കണ്ട കാലമൊക്കെയും ഈ കുടുംബത്തിന്റെ നാഥന്റെ മാത്രം അധീനതയിലും അവകാശത്തിലുമായിരുന്നു. അതിന് മാറുകയാണ്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിക്കെടുത്ത് കളിക്കാനാവാത്ത വിധം. ക്ഷേത്ര സ്വത്തുക്കൾ ഇനി ഒരു സ്വകാര്യ സ്വത്തല്ല എന്നർത്ഥം. അപ്പൊ പോട്ടെ, പോയിട്ട് ചില അത്യാവശ്യങ്ങളുണ്ട്. ആഹാ, എത്തിയോ? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ സുഭദ്രേ, എന്തെങ്കിലും എന്നോട് പറയാനുണ്ടായിരുന്നോ? ഉണ്ട്. എനിക്ക് ഈശ്വരി അമ്മയെ കാണണം, ഉടൻ തന്നെ. തീർത്തു കഴിഞ്ഞ് കുഴിച്ചിടാൻ നിൽക്കരുത്. പണ്ട് വാസുദേവൻ മുങ്ങാങ്കുഴിയിട്ട് സന്തോഷത്തോടെ മരിച്ചൊരു കായലില്ലേ, അവിടെ കെട്ടിത്താഴ്ത്തിയാ മതി. അതെന്താ ഇപ്പോ ഇത്രയ്ക്ക് അത്യാവശ്യം? അത്യാവശ്യമുണ്ട്. അന്ന് ഉടവാൾ പ്രതിഷ്ഠയുടെ അന്നും പിന്നെ കഴിഞ്ഞ ദിവസവും അമ്മ എന്നോട് എന്തോ പറയാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഏതോ ഒരു ഭയം കാരണം അമ്മയ്ക്കത് പറയാൻ കഴിഞ്ഞില്ല. എനിക്കാണെങ്കിൽ ഈശ്വരി അമ്മയിൽ നിന്നും അത് അറിയാത്തതുകൊണ്ട് മനസ്സിനകത്തൊരു വെപ്രാളമാണിപ്പോ. എന്തോ ഒരാപത്ത് ചുറ്റും കറങ്ങി നടക്കുന്നത് പോലെയുള്ള ഒരു മാനസികാവസ്ഥ. ഈ സുഭദ്ര, എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? ഈ സമയത്ത് ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നാൽ അത് കുഞ്ഞിനെ ബാധിക്കില്ലേ? അതാ മോനെ ഞാനും പറയുന്നത്. എന്തിനാ ഇപ്പൊ ഈശ്വരിയമ്മയെ കണ്ടിട്ട്? അതമ്മേ, എനിക്ക് ഈശ്വരിയമ്മയുടെ വീട് വരെ ഒന്ന് പോണം. അവരെ കാണാഞ്ഞിട്ട് എന്തോ മനസ്സിന് വല്ലാത്തൊരു ഭാരം പോലെ. എന്താണെന്നറിയില്ല, എന്തോ വല്ലാത്തൊരു സംഭ്രമവും സങ്കടവും എല്ലാം കൂടെ. എന്റെ മോളെ, നീ മാസം തിരിഞ്ഞിരിക്കുന്ന പെണ്ണാ. ഈ സമയത്ത് ഇത്തരം അനാവശ്യ യാത്രകളും നന്നല്ല. അത്ര അത്യാവശ്യമാണെങ്കിൽ ഈശ്വരിയമ്മയെ കാണാൻ നമുക്ക് വേറെ വഴിയുണ്ടാക്കാം. എന്താ, അതുപോരെ? അല്ല, അത് പിന്നെ ഒരു പിന്നെയുമില്ല. മോള് വാ, വന്ന് കിടക്ക്. ഈശ്വരിയമ്മ വരും. ഉടനെ തന്നെ ഞങ്ങൾ നിനക്ക് ഈശ്വരിയമ്മയെ കാണിച്ചു തരുന്നുണ്ട്. വാ വാ. തൃപ്പങ്ങോട്ട് കുടുംബത്തിന്റെ ഭാഗമായ തൃപ്പങ്ങോട് ക്ഷേത്രത്തിന്റെ കോടിക്കണക്കായ രൂപയുടെ സകലമാന സ്വത്തുക്കളും ഒരു ട്രസ്റ്റിന്റെ പേരിലേക്ക് മാറ്റാൻ സുഭദ്ര മാഡം തീരുമാനിച്ചിരിക്കുന്നു. ഇല്ല, ഒരിക്കലും ഞാനിതിന് സമ്മതിക്കില്ല. മേഘനാഥൻ ജീവിച്ചിരിക്കുമ്പോ അങ്ങനെയൊന്നും സംഭവിക്കില്ല. മേഘനാഥ, നീ എന്താ ഇവിടെ വന്നിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? പുകച്ചു തള്ളുന്നുണ്ടല്ലോ. എന്താ നിന്റെ പ്രശ്നം? പ്രശ്നമേ ഉള്ളൂ, പ്രശ്നം മാത്രം. നമ്മൾ ഈ കണ്ട കളികളൊക്കെ കളിച്ച് എന്തിനാ ഇവിടെ എത്തിയെന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? നമ്മൾ അനുഭവിക്കാനുള്ളത് ചതിച്ചു നേടിയെടുത്ത് ആ സ്വത്തിന്റെ, ആ ഭാരിച്ച നിധിശേഖരത്തിന്റെ ബലത്തിൽ അംശാധികാരിയായി വിലസുന്ന തൃപ്പങ്ങോട്ട് വാസുദേവനെ വീഴ്ത്തി ആ അധികാര കസേരയിൽ നീയും ഞാനും നിന്റെ സന്തതി പരമ്പരകളും വാഴുന്നതിനു വേണ്ടി തന്നെയാ നമ്മൾ ഈ കളികളൊക്കെ കളിച്ചത്.
ആ ലക്ഷ്യമൊക്കെ ഇനിയൊരു സ്വപ്നമായി മാത്രം മാറാൻ പോവുക. ഒരു പാഴ് സ്വപ്നം മാത്രം. പാഴ്സ്വപ്നോ? എന്താ നീ പറയുന്നത്? അതിനു മാത്രം ഇവിടെ എന്ത് സംഭവിച്ചു? തൃപ്പങ്ങോട്ട് സുഭദ്ര തമ്പുരാട്ടി കുടുംബ വക്കീൽ പത്മനാഭദാസന്റെ മകനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. എന്തിനാണെന്നോ? എന്റെ അച്ഛന്റെ ജീവന്റെ വിലയായി ഇവിടത്തെ നിധിശേഖരങ്ങളെല്ലാം ഒരു ട്രസ്റ്റിന്റെ പേരിലാക്കാൻ. അതോടെ തീരുവെല്ലാം. പിന്നെ തൃപ്പങ്ങോട് കുടുംബത്തിലെ ആർക്കും ക്ഷേത്ര സ്വത്തുവകകളിൽ വ്യക്തിപരമായ അവകാശങ്ങൾ ഇല്ലാതെയാകും. ദൈവമേ, ചതിച്ചോ? നീ എന്തൊക്കെയാ പറയുന്നേ? സത്യം. ഞാൻ ആ വക്കീലിനെ ഇപ്പൊ കണ്ടിരുന്നു. അയാള് പറഞ്ഞതാ ഇതല്ല. സുഭദ്ര എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കഴിഞ്ഞു. ഉടനെ തന്നെ അത് നടക്കും. ഇല്ല, അതൊരിക്കലും നടക്കാൻ പാടില്ല. അത് നടന്ന പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആത്മഹത്യ അതിനേക്കാൾ നല്ലത്. ഇല്ലമ്മേ, ഇവിടെ വേണ്ടത് ആത്മഹത്യയല്ല, ഹത്യയാണ്. ഈ തീരുമാനം നടപ്പിലാക്കാൻ പോകുന്ന സുഭദ്രയുടെ മരണം വക്കീലുമായി ചേർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ അവൾ അതിൽ ഒപ്പുവെക്കണം. അതിനവളുടെ വിരലുകൾ അനക്കാൻ അവൾക്ക് ജീവനുണ്ടാവില്ല. ഇപ്പൊ തന്നെ നമ്മൾ കരുതി വച്ചിരിക്കുന്ന വിഷം കൊണ്ടുപോയി ഞാൻ അവളുടെ വാ പിളർന്ന് ഒഴിച്ചു കൊടുക്കാൻ പോവാ. ഒരക്ഷണം പോലും പിന്നെ അവൾ ജീവിച്ചിരിക്കില്ല. ഒരക്ഷണം പോലും. മേഘനാഥ, നിക്കവിടെ. ഇപ്പൊ വേണ്ട ഈ സാഹസം. എന്തുകൊണ്ട്? എന്തിനാ എന്നെ അമ്മ തടയുന്നത്? ഇനി അവളെ ജീവനോടെ വച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അപകടമാ. ഇന്നെങ്കിൽ ഇന്ന് അവൾ അവസാനിച്ചേ പറ്റൂ. നമ്മുടെ ലക്ഷ്യം നേടുന്നതിന് ഒരേ ഒരു തടസ്സം അവള് മാത്രമാ. സുഭദ്ര മരിക്കുമ്പോ വയറ്റിൽ മറ്റൊരു ജീവൻ കൂടിയുണ്ട്. നിന്റെ മകൻ കാശിനാഥൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.